പ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. 108 ശിവാലയങ്ങളിലൂടെയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തൃപ്പങ്ങോട്ട് മഹാദേവ ക്ഷേത്രത്തിലാണ്. പൗരാണികമായി ഒരുപാട് പഴക്കം ചെന്ന പാരമ്പര്യമുള്ള ഈ ക്ഷേത്രത്തിന് കുലശേഖര രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് അതീവ പ്രൗഢിയോടെ നിന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത്. അതിനുശേഷം സാമൂതിരി രാജാവിൻ്റെ കൈകളിലേക്ക് എത്തിയപ്പോൾ കുറച്ച് അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ക്ഷേത്രം ഇപ്പോഴും തലയെടുപ്പോടുകൂടി മുന്നിട്ട് തന്നെ നിൽക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതി ഗജപൃഷ്ഠ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഉപദേവന്മാരായിട്ട് ഗോശാലകൃഷ്ണനുണ്ട്, ദുർഗയുണ്ട്, വേട്ടക്കര അരശനുണ്ട്, അയ്യപ്പനുണ്ട് തുടങ്ങിയ ദേവതകളെല്ലാം ഉപദേവന്മാരായി കുടികൊള്ളുന്നുണ്ട്. മഹാദേവൻ്റെ സാന്നിധ്യം ഇവിടെ മാർക്കണ്ഡേയന് സംരക്ഷണം കൊടുത്ത രീതിയിലാണ്. മാർക്കണ്ഡേയ പുരാണവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷേത്രമാണ് തൃപ്പങ്ങോട്ട് മഹാദേവ ക്ഷേത്രം. മാർക്കണ്ഡേയനെ രക്ഷിച്ചു എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ എപ്പോഴും യമകാലന്മാർക്ക് ഇവിടെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആർക്കും മൃത്യുഭീതി ഉണ്ടായിരിക്കുന്നതല്ല. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ശംഖാഭിഷേകം. ഈ ശംഖാഭിഷേകം പന്തിരടി പൂജയ്ക്കാണ് നടത്തപ്പെടുന്നത്. തന്ത്രി നേരിട്ട് ആണ് രഹസ്യ മന്ത്രത്താലാണ് ഇവിടെ ശംഖാഭിഷേകം നടത്തുന്നത്. ഇപ്പോഴും തന്ത്രി ആ രഹസ്യ മന്ത്രങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. തന്ത്രിസ്ഥാനം ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് കൽപ്പുഴ മനക്കാരാണ് തന്ത്രിസ്ഥാനമുള്ളത്. പൗരാണികമായ ഈ ക്ഷേത്രത്തിലേക്ക് ഓരോ ഭക്തജനവും വന്ന് ദേവൻ്റെ മുൻപിൽ തൊഴുത് എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ആ തൃപ്പാദത്തിൽ സമർപ്പിച്ച് സായുജ്യമടയണമെന്ന് അഭ്യർത്ഥിക്കുന്നു.